ഹായ് ഓൾ, എല്ലാവരും നമ്മളൊരു പുതിയൊരു സിറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സെഗ്മെന്റിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ ഒരു സിറ്റിംഗ് വെച്ചിട്ടുള്ളത് നമ്മൾ ലൈവ് ട്രേഡിൽ നിലവിൽ ഇപ്പോൾ ലൈവ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, അതുപോലെ ലൈവ് ട്രേഡിലേക്ക് പിന്നെ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്, പ്രാക്ടീസിലുള്ളവരുണ്ട്. അപ്പോൾ പലരും നമ്മൾ ഇതിലുണ്ട്. എനിക്ക് തോന്നുന്നു ലൈവ് ട്രേഡിലുള്ള 2-3 പേര് നിലവിലുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ 31st ബാച്ച് മുതൽ ഇങ്ങോട്ടുള്ളവരാണ് നമ്മൾ ഈ ഒരു സിറ്റിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത് ഒന്ന് ആഷിഖ്, മറ്റൊന്ന് സിനാന്. നമ്മൾ 31st ബാച്ചിലുള്ള 31st ബാച്ചിൽ നമ്മളൊപ്പം ഉള്ളവരാണ്. ഇപ്പോൾ നമ്മളെ സബ് മെന്റേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്റ്റുഡൻസിനൊക്കെ അഡ്വൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിലവിൽ ഇപ്പം നമ്മളെ ലൈവ് ട്രേഡ് സെഗ്മെന്റിൽ അവർ എനിക്ക് തോന്നുന്നു പിന്നെ സെഷൻ കഴിഞ്ഞ് 2 മാസത്തെ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ലൈവിലേക്ക് ഇറങ്ങിയവരാണ്. ഇപ്പോൾ നമ്മളെ വാർ ടൈമിൽ ലൈവിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഫേസ് ചെയ്ത് അടിപൊളിയായി സൂപ്പർബായിട്ട് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് എല്ലാ വീക്കും നല്ല രീതിയിൽ പിന്നെ നമ്മളെ റൂളും കാര്യങ്ങളൊക്കെ പാലിച്ച് സൂപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ട്രേഡ് ചെയ്ത് പോകുന്ന 2 പേരാണ് ആഷിഖ്, സിനാന്. ഇന്ന് അവരാണ് നമ്മളെ ഈ ഒരു പിന്നെ സെഷൻ ഇന്ന് ലീഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്കായിട്ട് അവരാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ്, ലൈവ് ട്രേഡിലുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് പിന്നെ ഈ ലൈവ് ട്രേഡ് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഡെമോയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ലൈവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുക. അത് മേ ബി ഇമോഷണലി ആവാം. അതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ലൈവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തരുന്ന റൂള്, പിന്നെ നമ്മൾ ലൈവിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, ലൈവ് ട്രേഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എത്രത്തോളം ആ ഒരു റൂളിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ മേ ബി നമ്മൾ പിന്നെ ഡെമോയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഡെമോയിൽ നമുക്ക് ആ ഒരു പിന്നെ എന്താ പറയാ, ഈ ഒരു ഡെമോയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചില സ്റ്റോപ്പ് ലോസ് വെക്കാതെ അല്ലെങ്കിൽ ലോഡ് സൈസ് കൂട്ടിയിട്ടൊക്കെ ചെയ്തു പോയവരുണ്ടാവാം മേ ബി. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ലൈവില് സൂപ്പർബായി എല്ലാ വീക്കും നല്ല രീതിയിൽ പിന്നെ എന്താ പറയാ പ്രോഫിറ്റ് എടുത്ത് നല്ലൊരു രീതിയിലാണ് ഓരോ തരുന്നത് ഇപ്പോൾ ലൈവ് ട്രേഡിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ഒരു എക്സ്പീരിയൻസ്, അവര് പിന്നെ എന്തൊക്കെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് അവരെ ആ ലൈവ് ട്രേഡ് എങ്ങനെയാണ് ആസ്വദിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആഷിഖും സിനാനും നമ്മളൊപ്പം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവരോട് നിങ്ങൾക്ക് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലാസ്റ്റോട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് ആഷിഖിനെ വിളിക്കാം. ആഷിഖ് ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ? ഓക്കെ സാർ. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലൈവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എങ്ങനെയാണ് ഇപ്പോൾ ലൈവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഡെമോ മാർക്കറ്റിൽ നിന്നും ലൈവ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതൊന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? സാർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇല്ല, ഇതുവരെ ഉണ്ടായില്ല. ഇപ്പം ഓക്കെയാണ്. ഓക്കെ എന്തോ കണക്ഷന്റെ പ്രോബ്ലം ആയിരുന്നു. ഇപ്പൊ ഡേറ്റ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മള് ഡെമോന്ന് നമ്മൾ ലൈവിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇമോഷണലി നമുക്ക് കുറച്ച് ഇത് വരും. കുറച്ച് പ്രശ്നങ്ങൾ വരും. അതായത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെമോയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ക്യാപിറ്റൽ ഉണ്ട് ഡെമോയിൽ. അപ്പോൾ ആ ക്യാപിറ്റൽ നമ്മളെ റിയൽ മണി അല്ല എന്നുള്ളൊരു ഇത് നമുക്കുണ്ട്. അത് പോയാലും നമുക്കൊന്നും പ്രശ്നമില്ല. അപ്പോൾ അതിൽ പ്രോഫിറ്റ് കിട്ടിയാലും ആ ഒരു ഇമോഷനിലൂടെ ആയിരിക്കും നമ്മൾ ഡെമോയിൽ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ റിയലിലേക്ക് മാറുമ്പോൾ നമ്മളെ ക്യാപിറ്റൽ നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ നമ്മളെ റിയൽ മണിയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ലോസിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോ നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ ഈ റിയലിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡെമോയിൽ നിന്ന് മാറി നമ്മൾ റിയലിലേക്ക് പോകുമ്പോൾ നമ്മൾ പരമാവധി നമ്മൾ
റൂൾസ് അനുസരിച്ച് ട്രേഡ് ചെയ്യാൻ പരമാവധി മാക്സിമം ശ്രമിക്കുക. റൂൾസിൽ നിന്ന് മാറിപ്പോകാതെ റൂൾസ് അനുസരിച്ച് തന്നെ നമ്മൾ പരമാവധി ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നമ്മൾ റൂൾസിൽ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോട്ട് കൂട്ടാതെ നമുക്ക് തന്ന ഈ 1000 ക്യാപിറ്റലിന് നമ്മൾ 0.01 തന്നെ ട്രേഡ് ചെയ്യുക. അതിൽ നിന്ന് ഒരിക്കലും മാറി ചിന്തിക്കാൻ പാടില്ല. നമ്മളെ ക്യാപിറ്റൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഇപ്പോൾ ഒരു 2000 ക്യാപിറ്റൽ ആയി കഴിഞ്ഞാൽ നമുക്ക് 0.02ലേക്ക് പോവാം, 3000 ആയി കഴിഞ്ഞാൽ 0.03ലേക്ക് പോവാം. അതുപോലെ നമ്മൾ 1000ലാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 0.01 തന്നെ മാക്സിമം ട്രേഡ് ചെയ്യുക. അതിൽ കൂടുതൽ നമ്മൾ ലോട്ട് കൂട്ടാതെ ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ട്രേഡിനും നമുക്ക് എന്താ പറയാ, നമ്മൾ ഒരു ലോസ്, നമുക്ക് ഇത്ര വരെ ലോസ് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കുക. നമ്മളതൊരു റിസ്ക് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ തന്നെ. നമ്മൾ ഫസ്റ്റ് സെഷനിലൊക്കെ നമ്മൾ മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിൽ റിസ്ക് മാനേജ്മെന്റ് പഠിച്ചതിൽ നമ്മൾ ഇപ്പോൾ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ലോസ് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ആ ഒരു ലോസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. അപ്പൊ അത് സ്റ്റോപ്പ് ലോസ് അടിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇമോഷണലി ഒരു പ്രോബ്ലം ഇല്ലാതെ നമ്മൾ ആ ലോസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിയലിൽ വലിയ ലോസ് ഇല്ലാണ്ട് പോകാം. പിന്നെന്ന് വെച്ചാല് ലോട്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ എൻട്രീസും. നമ്മൾ ഈ ലോട്ട് 0.01 ചെയ്യുന്നതാണെങ്കിലും നമ്മൾ അതിന് അപ്പോൾ ഒറ്റ ടൈമിൽ തന്നെ നമ്മൾ ഒരു 5-6 എൻട്രി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ ലോട്ട് കൂട്ടുന്നതിന് തന്നെ തുല്യമാണ്. അപ്പൊ നമ്മൾ ആ എൻട്രീസിൽ നമ്മൾ ശ്രദ്ധിക്കുക. എൻട്രീസ് നമ്മൾ ഒരു ഒറ്റ ടൈമിൽ 3 എൻട്രീന്റെ മുകളിൽ പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. നമ്മൾ ഒറ്റ ടൈമിൽ 3 എൻട്രിയിൽ കൂടാതിരിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മൾ റൂൾസിലുള്ള കാര്യമാണ്. നമ്മൾ റൂൾസ് ഒക്കെ പരമാവധി പാലിച്ച് ആ ഒരു ഇതിലേക്ക് പോവുക. അപ്പൊ നമുക്ക് ഇമോഷണലി പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രേഡ് ചെയ്യുമ്പോൾ റിയൽ ട്രേഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോ ഇവിടെയുള്ള എല്ലാവരും ഇപ്പൊ ഡെമോ നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് റിയലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോ അതേപോലെ ഇപ്പൊ റിയലിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് നമ്മൾ ഒരു വീക്കിൽ നമ്മൾ ഇത്ര പ്രോഫിറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു $50 പ്രോഫിറ്റ് നമുക്ക് ഒരു ടാർഗറ്റ് കൊടുക്കുക. അപ്പോൾ ആ $50 പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റിയൽ ട്രേഡിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ അതിന്റെ മുകളിൽ നമുക്കൊരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു ഗ്രീഡി മൈൻഡിൽ നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ നമ്മളൊരു ലോസ്, ഒരു $50 പ്രോഫിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു $20, ഫോർ എക്സാമ്പിൾ ഒരു $20 ലോസ് സെറ്റ് ചെയ്യാം. നമുക്ക് ഇത്ര ലോസ് വരെ പോയാലും കുഴപ്പമില്ല. ആ ഒരു ഇതിൽ നമ്മൾ ലോസും സെറ്റ് ചെയ്യുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റിയലിൽ വലിയ പ്രോബ്ലംസ് ഇല്ലാണ്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഡെമോയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി കംഫർട്ടബിൾ ആണ്. അതായത് ഇപ്പം ചിലർക്ക് മോർണിംഗ് ആയിരിക്കും, ചിലർക്ക് ഉച്ച സമയമായിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ടൈമിൽ പരമാവധി നമ്മൾ റിയലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടുള്ള ആ ഒരു ടൈമിൽ നമ്മൾ പരമാവധി ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഇപ്പോൾ ഒരു $10 പ്രോഫിറ്റ് ആണെങ്കിലും ഒരു ദിവസം ഒരു $10 പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു $10 ലോസ് ആണെങ്കിലും നമ്മൾ അന്ന് ആ ടൈമിൽ നമ്മൾ ചെയ്തതിനെ കൊണ്ട് നമ്മൾ പിന്നെ അതിൽ നിന്ന് റിയലിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് നമ്മൾ പിന്നെയും റിയൽ ചെയ്തുകൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെന്ന് വെച്ചാൽ അടുത്ത ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ദിവസം മേ ബി ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോ 1000 ക്യാപിറ്റൽ ഉള്ള ഒരാള് 1050 ആയി. ആ 1050 ആയി കഴിഞ്ഞാല് അത് വെച്ച് ട്രേഡ് ചെയ്യുന്നതാണോ ബെറ്റർ, അല്ലെങ്കിൽ ആ 50 നമ്മൾ വിഡ്രോ ചെയ്തിട്ട് പിന്നെ വീണ്ടും 1000 തന്നെ പോകുന്നതാണോ? ആഷിഖിന്റെ ഒരു 2 മാസത്തെ ഈ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് തോന്നിയിട്ടുള്ളത്? അതായത് എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ റിയലിൽ ഇറങ്ങിയപ്പോൾ ഞാൻ വിഡ്രോവൽ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ വീക്കെൻഡിൽ മാത്രം വിഡ്രോ ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോയത്. അപ്പോൾ അങ്ങനെ തന്നെ പോകുമ്പോൾ തന്നെ നമുക്കിപ്പം ഒരു 2-3 ദിവസം കൊണ്ട് ഒരു $50 മുകളിൽ പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വിഡ്രോ ചെയ്യാതെ വെച്ച് പിന്നെ അതിൽ തന്നെ ട്രേഡ് ചെയ്ത് പോകുന്നൊരു സിസ്റ്റത്തിലായിരുന്നു ഞാൻ ആദ്യം ഉണ്ടായത്. അങ്ങനെ പോയി ഞാനിപ്പോൾ ഒരു തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസം ട്രേഡ് ചെയ്ത് ചിലപ്പോൾ അപ്പോൾ ഒരു 1050 ക്യാപിറ്റൽ എത്തിയിട്ടുണ്ടാവും. ഈ $50 പ്രോഫിറ്റ് വന്ന് 1050 എത്തിയ ക്യാപിറ്റൽ പിന്നെ ചിലപ്പം വ്യാഴാഴ്ചത്തെ ട്രേഡിൽ ആ $50 മൊത്തം പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു $50 ആയി കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ചിലപ്പം തിങ്കളും ചൊവ്വയും 2 ദിവസം കൊണ്ട് തന്നെ $50 ആകും. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് തന്നെ അത് $50 എപ്പോൾ ആകുന്നു അന്ന് തന്നെ അത് വിഡ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി അത് 50 വേണ്ട, നമുക്കൊരു 40, 30, 40 ആ ഒരു ഇതിൽ നമുക്ക്
പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാലും അതും മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മൾ വിഡ്രോ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ക്യാപിറ്റൽ എത്രയാണോ 1000 ക്യാപിറ്റലിലേക്ക് തന്നെ ആക്കി വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ എത്ര പെട്ടെന്ന് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നോ അത്ര പെട്ടെന്ന് നമ്മൾ വിഡ്രോ ചെയ്ത് നമ്മളെ എമൗണ്ട് നമ്മൾ സേഫ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഫസ്റ്റത്തെ വീക്കിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് എനിക്ക് കുറച്ച് ലോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ക്യാപിറ്റൽ പ്രോഫിറ്റിലും വെച്ച് തന്നെ അതിന്റെ മുകളിൽ തന്നെ ട്രേഡ് ചെയ്ത് അപ്പൊ നമുക്ക് ചെറിയൊരു ഇപ്പൊ 1000ന്റെ മുകളിൽ നമുക്കൊരു ഇപ്പൊ ഒരു 1100 ഒക്കെ വന്നതിനാല് നമുക്ക് ചെറിയൊരു ഓവർ കോൺഫിഡൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നതിനാല് ആ ഓവർ കോൺഫിഡൻസിന്റെ പുറത്ത് നമുക്ക് ഉണ്ടായ ആ $100 അത് മൊത്തം പോകാനും അത് പിന്നെയും 1000ലേക്ക് എത്താനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് തോന്നും ഓ അപ്പൊ ഇത് ആദ്യം വിഡ്രോ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ ഒരു റിഗ്രറ്റ് ഫീൽ വരും. അപ്പൊ അത് വരുന്നതിന് മുമ്പേ നമുക്ക് എത്രയാണോ ഒരു $30 അല്ലെ ഒരു $40 അല്ലെ ഒരു $50 നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമ്മൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മുടെ ക്യാപിറ്റൽ 1000 തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഒരു ട്രേഡ് ചെയ്ത് ഒരു $10 ലോസ് വന്നു, ഒരു 990 ഒക്കെ ആയി, എന്നാലും പ്രശ്നമില്ല, നമുക്ക് പിറ്റേന്ന് പിന്നെ അത് കവറപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളുള്ള പ്രോഫിറ്റിൽ നമ്മൾ വെച്ച് ട്രേഡ് ചെയ്യാതിരിക്കലാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ. ഇപ്പോ നിലവിൽ ഇപ്പൊ ആശയ്ക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ 1000 ക്യാപിറ്റലിൽ വന്നിട്ട് ഇപ്പൊ 40%ഓളം ആശയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റലിന്റെ 40%ഓളം വിഡ്രോ ചെയ്യുകയും ഇപ്പം ആ 1000 അവിടെ തന്നെ നിലവിൽ ഇപ്പം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഇത്രയും 40% നമ്മൾ വിഡ്രോ ചെയ്ത സമയത്ത് ആശയ്ക്ക് 31st ബാച്ചിൽ വന്നതാണ്, ആശിക്കിന്റെ അപ്പുറം പഠിച്ച ഒരുപാട് ആളിപ്പോ നമ്മളെ സെഷനിൽ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 40% വിഡ്രോ ചെയ്ത സമയത്തുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ആ ഒരു ക്യാപിറ്റൽ സേഫ് ചെയ്തുകൊണ്ട് തന്നെ നല്ല റൂളൊക്കെ പാലിച്ച് അടിപൊളിയായി പോയി. ഇപ്പൊ 40% വിഡ്രോ ചെയ്ത് നിൽക്കുമ്പോഴുള്ള ആ ഒരു ഫീലിങ്സ് എന്താ? ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഭയങ്കര പ്രൗഡാണ്. ഞാൻ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ $1000 ക്യാപിറ്റൽ ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 6 വീക്ക് ആയിട്ടേ ഉള്ളൂ. 6 വീക്സ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ചുരുങ്ങിയ ഒരു ചെറിയ ടൈം കൊണ്ട് തന്നെ എനിക്ക് 40%ഓളം വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റി. അതായത് $1000 ക്യാപിറ്റൽ തുടങ്ങി ഞാനിപ്പോൾ $400 അടുത്ത് ഞാൻ വിഡ്രോ ചെയ്തെടുത്തു ഒരു 6 വീക്ക് കൊണ്ട്. അപ്പോ ഞാൻ ആ ഒരു ഇതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ എന്താന്ന് വെച്ചാൽ നമ്മളിത് വേറെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ സൈഡായിട്ടാണ് നമ്മൾ ഈ ഫോറക്സ് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിൽ തന്നെ ഇങ്ങനെ ഒരു സൈഡ് ഇൻകം വരുമ്പം നമ്മൾ ഭയങ്കര പ്രൗഡാണ്. നമുക്ക് അതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്നുണ്ട്. ഗ്രേറ്റ്, സൂപ്പർ, സൂപ്പർ. അപ്പോ പിന്നെ ഇതുവരെയുള്ള ഇപ്പോ ഇതില് നിലവിലിപ്പം ട്രേഡ് ചെയ്യുന്നവരുണ്ട്, ഇനി ലൈവിലേക്ക് ഇറങ്ങാൻ പോകുന്നവരോട് ഈ ഈ ഒരു 6 വീക്കോളം ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്നുള്ളത്? അഡ്വൈസ് കൊടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂൾസിൽ നിന്ന് മാറാണ്ട് നമ്മൾ റൂൾസിന്റെ അകത്ത് നിന്ന് തന്നെ നമ്മൾ ട്രേഡ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കിപ്പോ റൂൾസിന്റെ അകത്ത് നിന്ന് ചെയ്താൽ തന്നെ നമുക്ക് മോശമില്ലാത്തൊരു എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ എന്താക്കരുത്, ഗ്രീഡി മൈൻഡിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. ഗ്രീഡി മൈൻഡിലേക്ക് പോകാതെ നമുക്ക് കിട്ടുന്നതിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ആ ഒരു ഇതിൽ നമ്മൾ ട്രേഡിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. സംഭവം ഈ ഫോറക്സ് മാർക്കറ്റ് എന്തുകൊണ്ടും ഒരു പൊന്മുട്ടിടുന്ന താറാവാണ്. പക്ഷെങ്കിൽ ഏതൊരു താറാവും ഒരു ദിവസം ഒരു മുട്ടയെ ഇടാവും. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. ഓക്കെ. അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ മാർക്കറ്റ് ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്. അപ്പൊ അതില് നമ്മൾ എന്താന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു താറാവ് ഒരു ദിവസം ഒരു മുട്ടയിടും. അപ്പൊ ആ മുട്ടയിൽ നമ്മൾ സാറ്റിസ്ഫൈ ആകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയും നമ്മൾ അതിനെ കൊണ്ട് ഒരു ദിവസം തന്നെ കുറെ മുട്ടയിടിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാല് ആ താറാവ് ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ഗ്രീഡി മൈൻഡ് ഇല്ലാണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാന്നുള്ളത് അല്ലെ? അതെ. ഓക്കെ. അപ്പോ ഈ ഒരു ഇത്രയും കാലം ട്രേഡ് ചെയ്തിട്ട് ആഷിക്കിന് കംഫർട്ട് ആയിട്ടുള്ള ഏത് ടൈം ചെയ്യുന്നതാണ് കംഫർട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അതായത് ഞാനിപ്പോ സൗദി അറേബ്യയിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ നാട്ടിൽ നിന്നും ഒരു 2.5 ഹവേഴ്സിന്റെ മാറ്റം ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ ഇവിടെ നിലവിൽ ഞാൻ ചെയ്യുമ്പോൾ ഒരു മോർണിംഗ് ഒരു 7 AM ടു ഒരു ഉച്ച ഒരു 2-2:30 മണി ആ ഒരു ടൈമിന്റെ ഉള്ളിലാണ് എനിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈവനിങ്ങിന് ശേഷം ഒരു 3 മണി 4 മണി ആ ഒരു ടൈമിന് ശേഷം പിന്നെ ന്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊക്കെ തോന്നുന്നത് ഏറ്റവും കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടായി പോയിനോന്നൊരു സംശയം. ഈവനിങ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാവുന്ന അല്ലേ? അല്ല, ഈവനിങ് കുറച്ച്
കുറച്ചും കൂടി മാർക്കറ്റ് ഫ്ലക്ച്വേഷനും പിന്നെ ന്യൂസും ഒക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. മോർണിംഗിൽ കുറച്ചും കൂടി നമ്മൾ ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു കംഫർട്ട് ടൈം അതാണ്, മോർണിംഗ് ആണ്. ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ. എന്തായാലും നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. സിനാന് ലൈനിലുണ്ടോ? ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ 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 ഓക്കെ. സിനാൻ എന്ത് സിനാന്റെ ഒരു എക്സ്പീരിയൻസ് സിനാന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിലേ അടിപൊളിയാവും. എൻ്റെ എക്സ്പീരിയൻസ് ഇപ്പൊ ആഷിക്ക് പറഞ്ഞല്ലോ, സെയിം അവസ്ഥയാണ് ഇതില്. ഈ ട്രേഡിങ്ങിൽ വെച്ചാൽ ഇമോഷന്റെ ബേസിലാണ് മെയിൻ. നമ്മൾ എന്ത് പറഞ്ഞാലും ലാസ്റ്റ് ട്രേഡിങ് പോവുക ഇമോഷന്റെ ബേസിലാണ്. ഏത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ലാസ്റ്റ് ഇമോഷന്റെ ബേസിലേക്കാണ് നമ്മൾ ലാസ്റ്റ് എത്തിപ്പെടുക. വെച്ചാല് നമ്മളിപ്പോ ഒരു ഡെമോന്ന് മാറി റിയലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മെയിൻ നമുക്കൊന്ന് 1000 ക്യാപിറ്റലാണ് നമ്മൾ പൊതുവെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളെ റൂൾസ് അങ്ങനെയാണ്, 1000 ക്യാപിറ്റലാണ് പറയുന്നത്. 1000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ലോട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് 0.01 ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റോ ലോസിലോ ആകുമ്പോഴത്തേക്ക് നമ്മൾ പാനിക്കിലേക്ക് എത്തും. പൊതുവെ നോർമൽ നമ്മൾ റിയലിലേക്ക് എത്തുമ്പോൾ റിയലിലേക്കുള്ള മെയിൻ എനിക്ക് അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. റിയലിലേക്ക് എത്തുമ്പോൾ മെയിൻ കാര്യം വെച്ചാൽ നമ്മൾ പാനിക്കാണ് മെയിൻ ഇതിൽ വരുന്ന ഇമോഷന്. നമ്മൾ വെച്ചാൽ ലോസിലേക്ക് പോകുമ്പോൾ മെയിൻ വരുന്ന കാര്യം വെച്ചാൽ ഒരു ചെറിയ 0.1 ഒരു $2.3 ലോസ് വന്നാൽ നമ്മൾ പരമാവധി കട്ട് ചെയ്യാൻ പഠിക്കുക. ലോസ് പരമാവധി കട്ട് ചെയ്യാൻ പഠിക്കുക. ഞാൻ പഠിച്ച കാര്യം ഇതിൽ എനിക്ക് പറ്റിയ തെറ്റാ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഞാൻ കട്ട് ചെയ്യാണ്ട് വെക്കല ഫസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. ആഷിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് ആഷിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനും ആഷിക്ക് ഒപ്പരാണ് ചെയ്തത്. നമുക്ക് തെറ്റി പറ്റാണ് പറയുന്നത്. ലോസ് കട്ട് ചെയ്യാണ്ട് വെച്ചു ഫസ്റ്റ് വെച്ചാൽ ഫസ്റ്റ് വീക്ക് ഒക്കെ ക്ലിയർ ആയിരുന്നു. പിന്നെ നമ്മളെന്തോ ആയെന്ന് തീരുമാനിച്ചു നമ്മൾ കേൾക്കുന്നില്ലാരോ വെച്ചാല് നമ്മൾ തന്നെ വിചാരിച്ച് നമ്മളെന്തോ ആയി, നമ്മൾ വലിയ ട്രേഡറായി. ഫസ്റ്റ് വീക്ക് തന്നെ $160 പ്രോഫിറ്റ് എടുത്തായിരുന്നു ഞാൻ ചിന്തിച്ച് സെറ്റായി. മാസം ഇപ്പോൾ വീക്കിൽ 160 ആയി കഴിഞ്ഞാൽ അറൗണ്ട് 600 പ്രോഫിറ്റ് ആയി അങ്ങനെ മനസ്സിൽ തന്നെ വിചാരിച്ച്. അപ്പോൾ ആ വീക്ക് ലാസ്റ്റ് ഫ്രൈഡേ വെച്ചാൽ ഇത് വരുന്നുണ്ട്, വാർ ഇഷ്യൂ വരുന്നത്. ഇത് നിങ്ങൾക്ക് പറഞ്ഞത് കാരണം വെച്ചാൽ ഞാൻ പറയണ വെച്ച കാര്യം ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞ വെച്ചാൽ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം എങ്ങനെ തെറ്റ് പറ്റിയെന്ന്. ലോട്ടിട്ടു എവിടെ വെച്ചാൽ 3385 കൊണ്ടുപോയിട്ടത്. ഞാൻ വിചാരിച്ചാൽ മാക്സിമം എത്തി, സെൽ പോയിന്റ് ആണ്, സെല്ലിലേക്ക് വെക്കാം. അപ്പോൾ ആ ടൈം വാറും വന്നു, മേലോട്ടേക്ക് പോയി വെച്ചാൽ ക്യാനിലൊക്കെ മേലോട്ടേക്ക് 440 വരെ എത്തിയെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ 90 ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, ഒരു ലോട്ടും കൂടി ഇട്ടു. അങ്ങനെ 2, 3, 4 ലോട്ടോളം ഞാൻ ഇട്ടു. സത്യം പറഞ്ഞ 4 ലോട്ടോളം ഇട്ടു. അവിടുന്ന് ഒരു എമൗണ്ട് ഒക്കെ നഷ്ടം വന്നു വെച്ചാൽ $300 നഷ്ടം വന്നു. ഫസ്റ്റത്തെ കാര്യം ഇതാണ് പറ്റിയത്. ലോട്ട് കൂട്ടി ഞാൻ ചെയ്ത്, എൻ്റെ തെറ്റാണ്. ഫസ്റ്റ് ലോട്ട് കൂട്ടി ചെയ്ത്, ലോട്ടല്ല എൻട്രി കൂട്ടി ചെയ്ത് 4, 5 ചെയ്ത് ഞാൻ. അതിലെനിക്ക് $300 നഷ്ടം വന്നു. പിന്നെ അതിൽ നിന്ന് ഫസ്റ്റ് പഠിച്ച കാര്യമാണ് ലോട്ട് കൂട്ടി ചെയ്യരുത്. അവിടെ നിന്ന് പഠിച്ചു. പിന്നെ സാറിനടക്കം സാറൊക്കെ എനിക്ക് മൈൻഡ്ഫുൾ ക്ലിയർ ആക്കാൻ വേണ്ടി കുറെ ക്ലാസ് ഒക്കെ എടുത്തതാണ്. അതിന് ശേഷം ഇങ്ങനെ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് എടുത്തു. പിന്നെ അവിടുന്ന് എന്ത് ചെയ്തു, എൻട്രിന്റെ കാര്യം സ്റ്റോപ്പ് ആക്കി. 1 അല്ല 2. ഓക്കെ, 1 2 എത്തി. അത് ക്ലിയർ ആക്കി. ഞാൻ $300 നഷ്ടമുള്ള ഞാൻ 2 ആഴ്ച കൊണ്ട് ഫുള്ള് ക്ലിയർ ആക്കി. നമ്മൾ നോർമൽ നമ്മളെ റൂൾസ് പാലിച്ച് പോയാലും 2 വീക്ക് കൊണ്ടാണ് ക്ലിയർ ആക്കി. അത് $300 നഷ്ടം ഞാൻ 2 വീക്ക് കൊണ്ട് ഫുള്ള് ക്ലിയർ ആക്കി. പിന്നെയും എന്തായി, എൻ്റെ മനസ്സിൽ ചിന്ത മാറി. ഞാൻ പിന്നെയും നല്ല ട്രേഡറായി. ഇങ്ങനെയാ ചിന്ത വന്ന് ലോട്ട് ചേഞ്ച് ആക്കി. 0.02 എത്തി. 0.2 എത്തിയതും ഇതേ അവസ്ഥ വെച്ചാല് ലോസ് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ലോസ് കട്ട് ചെയ്യാണ്ട് വന്നേരം ഇതുപോലെ തന്നെ ലോസ് ഒരു ബിഗ് ലോസിലേക്ക് വരാൻ ചാൻസ് തുടങ്ങി. നേരം പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. ഇമോഷന്റെ ബേസിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതൊക്കെ മാറ്റണം. പ്രോഫിറ്റ് കറക്റ്റ്, അതുപോലെ പ്രോഫിറ്റും കട്ട് ചെയ്യുക, അതേപോലെ തന്നെ ലോസും കട്ട് ചെയ്യുക. നമ്മൾ പ്രോഫിറ്റ് ഒരു ഏകദേശം എത്തിക്കാൻ നമ്മളൊരു മൈൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് അവിടെ കട്ട് ചെയ്യുക. പിന്നെ ഇറങ്ങിക്കോട്ടെ കയറിക്കോട്ടെ, അത് പ്രശ്നമാക്കണ്ട. നമ്മൾ ഓക്കെ, നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അത് നമ്മൾ മെയിൻ ചെയ്യേണ്ട കാര്യമാണ്, അത് സാറ്റിസ്ഫൈഡ് ആകുക. ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആകുക. അതിലായാൽ തന്നെ നമ്മൾ ഓക്കെ ട്രേഡറായി, നല്ലൊരു ട്രേഡറായി. അങ്ങനെ പിന്നെ ലോസ് കട്ട് ചെയ്യാൻ പഠിച്ച്, പിന്നെ അതുപോലെ പ്രോഫിറ്റും കട്ട് ചെയ്യാൻ പഠിച്ചു തരും.
നോർമൽ ചെയ്ത് പോകുമ്പോൾ ഡെയിലി $20-30 നോർമലായി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു ദിവസം നഷ്ടം വന്നാൽ തന്നെ അത് കവർ ചെയ്ത് പരമാവധി ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റണം. പരമാവധി ലോസും പ്രോഫിറ്റും ഡിസിഷൻ മേക്കിൽ നമ്മൾ ഇതിൽ നിർത്തുക. വെച്ചാൽ പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ്, ലോസ് ആണ് ലോസ്, അവിടെ കട്ട് ചെയ്ത് കൊള്ളുക. അതേപോലെ തന്നെ മെയിൻ കാരണം വെച്ചാൽ പൈസ കൊടുത്ത് നമ്മൾ ടെൻഷൻ വാങ്ങുന്നതാണ്. ലോട്ടൊക്കെ കൂട്ടി ഇത് കൂട്ടി പൈസ കൊടുക്കുക, നമ്മൾ ടെൻഷൻ വാങ്ങുക. അതിനാവശ്യമില്ലല്ലോ. ഒരു സിംഗിൾ ലോട്ട് ഇടുക, അതുപോലെ സിംഗിൾ ട്രേഡ് അല്ല 2 ട്രേഡ് ഇടുക, അതിൽ പ്രോഫിറ്റ് ആണെങ്കിലും അത്രേ വരും. ഇപ്പോൾ ചെറിയ ലോട്ടൊക്കെ ആണെങ്കിൽ 10 പോയിന്റ് ഒക്കെ മാറി 10 പോയിന്റ് ലോസ് വരും. അങ്ങനെയാണ് ഞാൻ പഠിച്ച മെയിൻ കാര്യം. ഇതിൽ പഠിച്ച മെയിൻ കാര്യം വെച്ചാൽ ലോസിനാണ് ഞാൻ തുടങ്ങിയത്, പിന്നെ പ്രോഫിറ്റിലേക്ക് എത്തി. ഇപ്പൊ ഓക്കെയാണ്. ഇപ്പോൾ ഇതുവരെ നിലവിൽ ഓക്കെയാണ്. ട്രേഡൊക്കെ ക്ലിയർ ആയി അൽഹംദുലില്ലാ. ഇപ്പൊ സാദ് സാറേ ആണെങ്കിലും അതുപോലെ STP സാറേ ആണെങ്കിലും ബാക്ക് ബോൺ ഉണ്ട്, ബാക്കിൽ നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇങ്ങനെ എന്തെങ്കിലും ഫോൾട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യാറേ സിനാൻ ചെയ്താൽ പ്രശ്നമാണ്, അവിടെ സ്റ്റോപ്പാക്കി. അതുപോലെ ഒരാൾ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരാൾ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ട്രേഡിൽ മുമ്പോട്ടെത്താൻ പറ്റും. സൂപ്പർ. അപ്പോ എനിക്ക് തോന്നുന്നു ഇത്രയും ലോസ് ഒക്കെ വന്നെങ്കിലും ഇപ്പൊ നിലവില് 35-40% ഇപ്പം ക്യാപിറ്റലിന്റെ അതെ 40% കവർ ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഗ്രേറ്റ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഈ ഒരു രീതിയിൽ കവർ ചെയ്ത് പോയ സമയത്ത് പിന്നെ ഈ ഒരു നമ്മളുണ്ടല്ലോ സിനാ പറഞ്ഞല്ലേ ഇമോഷൻ കൺട്രോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇമോഷൻ കൺട്രോൾ ചെയ്തിട്ട് പിന്നെ ട്രേഡിനെ ഇപ്പൊ നമുക്ക് ഒബ്വിയസ്ലി തുടക്കത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ലോസിലേക്ക് പോകുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. പിന്നെ ആ ഒരു രീതിയിൽ പിന്നെ ലോസ് വന്നു കഴിഞ്ഞ് നമ്മൾ അതിന്റെ ആ വന്ന ലോസിനേക്കാണ് എക്സ്ട്രാ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യും, റിവെഞ്ച് ട്രേഡ് ഇടും. ആ സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പം ലോസ് വരാൻ സാധ്യത. അപ്പൊ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സിനാൻ ചൂസ് ചെയ്തൊരു വേ ഉണ്ടല്ലോ. അതെ, സംഭവം അതുപോലെ തന്നെയാണ് ഈ ലോട്ട് നമ്മൾ ലോസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈ ലോസിലാണ് വന്നെങ്കിൽ അല്ലെങ്കിൽ സെൽ ലോസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് പിന്നെ നമ്മൾ കാണാതില്ല പ്രോഫിറ്റ്. ഒന്നിക്കൽ ബൈ ഓപ്ഷൻ അല്ലെങ്കിൽ സെൽ ഓപ്ഷനിൽ. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഓപ്ഷൻ നമ്മൾ കാണൂല പ്രോഫിറ്റ്. നമ്മളെ മെയിൻ ഫോൾട്ടാണ് അത് വെച്ചാൽ ഇപ്പോൾ 2 ലോട്ട് ഇട്ട് അത് 2 ലോസിലേക്ക് വന്നത്. ബൈ എക്സാമ്പിൾ ഇപ്പോൾ സെൽ ലോട്ട് ഇട്ട് സെൽ 2ഉം ലോസിലേ വന്നതെങ്കിൽ നമ്മൾ 3ാമത്തെ ലോട്ടും സെല്ലിലേക്ക് തന്നെ ഇടുക. അല്ലെ, അധികാലം ചെയ്യുന്ന കാര്യമാണ് സെല്ലിലേക്ക് തന്നെ ഇടുക. ഓട്ടോമാറ്റിക് ഞാനടക്കം ചെയ്യാൻ തന്നെയാണ്, സെല്ലിലേക്ക് ഓട്ടോമാറ്റിക് പോവാ. പക്ഷെ നമ്മൾ മൈൻഡ് ക്ലിയർ ആണെങ്കിൽ ചിലപ്പോൾ അത് ആ എൻട്രി നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ബൈ ഓപ്ഷൻ നമ്മളെ മനസ്സിൽ തന്നെ തോന്നുന്നു, ഈ ബൈ ഓപ്ഷൻ ആണ്, ബൈയിലേക്ക് മാറ്റാം എന്നുള്ള ഓപ്ഷൻ വരും ഓട്ടോമാറ്റിക്. ചില ഇതന്നെ പരമാവധി ഒരു നമ്മൾ ലോസ് മൈൻഡിൽ കൺട്രോൾ ചെയ്യുക. എത്ര $30 അല്ലെങ്കിൽ $20 അതിലവിടെ വെക്കുക. പിന്നെ നമ്മൾ ചിന്തിക്കരുത്. പിന്നെ അന്നത്തെ ദിവസം കട്ട് ചെയ്യുക, നിർത്തുക, പൂട്ടി പോവുക. അത് മെയിൻ കാരണം പൂട്ടി പോവുക, അത്ര തന്നെ. ട്രേഡ് വെച്ചാൽ ലൈവ് നോക്കാത്ത ഏറ്റവും ബെറ്റർ, ലൈവ് നോക്കാണ്ടിരിക്കുന്ന ഏറ്റവും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ദിവസം. പിന്നെ അതേപോലെ തന്നെ ഈ ന്യൂസ് ടൈമിലെ കാര്യം വെച്ചാൽ ചെയ്താൽ നമ്മൾ ഒരിക്കൽ കിട്ടും. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരിക്കൽ കിട്ടിയിട്ട് 2ാം ദിവസം ഇട്ട് ലോസ് $30, പിന്നെ നിർത്തി ആ പരിപാടിയാണ്. ന്യൂസ് ടൈമിൽ ഒരിക്കൽ ദിവസം $20 കിട്ടി, അതേ ദിവസം പിറ്റേ ദിവസം ഇട്ട് അതുപോലെ തന്നെ ലോസ്. നമ്മൾ മെയിൻ ഇവര് നമ്മൾ നെക്സൺ അക്കാദമിന്റെ റൂൾസ് ബ്രേക്കപ്പ് എവിടെയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ കൈമിൽ നിന്ന് പോകും. ഞാൻ പഠിച്ച കാര്യം നമ്മൾ റൂൾസ് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് നമ്മളെ കൈമിൽ നിന്ന് അവിടെ പോകും. ഓക്കെ ഗ്രേറ്റ്, സൂപ്പർ. അപ്പോൾ ഈ 40 ഇപ്പോൾ ആഷിഖിനോട് ചോദിച്ച പോലെ തന്നെ ഇപ്പൊ ക്യാപിറ്റൽ അവിടെ സേഫ് ചെയ്തിട്ട് $40 ഇപ്പോൾ 40% ഇപ്പം പ്രോഫിറ്റ് എടുത്ത സമയത്ത് ഉള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, നമുക്ക് ആ വിഡ്രോവൽ കിട്ടുന്ന സമയത്തുള്ള ഒരു ഫീലിങ്സ് ഒന്ന് ഷെയർ ചെയ്താൽ അടിപൊളിയാവും. വിഡ്രോവൽ എന്ന് വെച്ചാൽ തന്നെ നമ്മളിപ്പോ സൈഡ് ഇൻകം പോലെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നമ്മൾ സൗദി അറേബ്യ, ഞാനും ആഷിഖ് വേറെ സ്ഥലത്ത് തന്നെയാണ്, വേറെ ഷോപ്പാണെങ്കിലും സെയിം സ്ഥലത്ത് തന്നെയാണ് വർക്ക് ചെയ്തത്. വർക്കിനിടയിലാണ് ഇത് ചെയ്യല്. അപ്പോൾ ഒരു ഡെയിലി ഒരു $30 ഒക്കെ കിട്ടിക്കാൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇന്ന് 2700 കിട്ടി അല്ലെങ്കിൽ 2800 കിട്ടി. അപ്പൊ നമ്മുടെ മനസ്സിൽ നമുക്കൊരു അഭിമാനം തോന്നും. ഇതിന്റെ കൂടെ നമുക്കൊരു ഇൻകം വേറെ കിട്ടി. അപ്പൊ നമ്മുടെ മനസ്സിൽ തന്നെ ചിന്ത വരും, നമുക്ക് ഇത് എടുക്കണം, ഒരു വണ്ടി എടുക്കണം, അല്ലെങ്കിൽ ഇതാക്കണം, ഫാമിലി നോക്കണം, അങ്ങനെ ആക്കണം. ചില ഒരു പ്രൗഡ് മൊമെന്റ് ആയിരിക്കും ആ സമയത്ത്. അതെല്ലാവരും ഫീൽ ചെയ്യാൻ നോക്കും. പരമാവധി ഒരു $50 ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. വീക്കിലി അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം $50 ഫിക്സ് ആയി കഴിഞ്ഞാൽ അപ്പോഴാണ് വിഡ്രോ അടിക്കുക. ചിന്തിക്കരുത്, പിന്നെ രണ്ടാമത് ചിന്തിക്കരുത്, വിഡ്രോ അടിക്കുക, പിന്നെ പുതിയ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവും പുതിയ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ചിന്ത ഉണ്ടാവും. പുതിയ $1000 ക്യാപിറ്റലിൽ പുതിയ സ്റ്റാർട്ട് ചെയ്യുന്ന ചിന്ത ഉണ്ടാവും.
പിന്നെ നമുക്ക് പിന്നെയും ചെയ്യാൻ പറ്റും, നമുക്ക് ആ $50 പിന്നെയും എത്തിക്കാൻ പറ്റും. നേരെ മറിച്ച് വിഡ്രോ ചെയ്തില്ലെങ്കിൽ 50 100 എത്താൻ ഭയങ്കര പണിയായിരിക്കും. ചില്ലറ പണിയൊന്നുമല്ല, ഭയങ്കര പണിയായിരിക്കും. പിന്നെ ഒരു ലോസ് വന്ന് പിന്നെ ഇറങ്ങി 30 പിന്നെ എത്താൻ ഭയങ്കര എന്തോ ഒരു അതിന്റെ മെന്റാലിറ്റി അങ്ങനെയാണ്. ബിഗിനർ ഉദ്ദേശിച്ച് പറയുന്നതാണ്. ഓക്കെ ഗ്രേറ്റ് സൂപ്പർ. എന്തായാലും പിന്നെ നമ്മളെ ഈ ഒരു പിന്നെ ലൈവില് നമ്മളെ 31st ബാച്ചിൽ വന്നിട്ട് അടിപൊളിയായിട്ട് ഇപ്പം ലൈവ് ട്രേഡില് സൂപ്പർബായിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതില് പിന്നെ മറ്റേ 2 പേരുള്ളത് സുബിന മാം ഓഡിബിൾ ആവാൻ പറ്റുമോ? സുബിന മാം ഇപ്പം നിലവില് ഇന്നലെ ഫസ്റ്റ് വിഡ്രോവലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ മാം? അതൊരു എന്താ പറയാ, വിശ്വസിക്കാൻ പറ്റാത്ത പോലെ. കയ്യില് അക്കൗണ്ടിൽ കയറിയപ്പോ ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവർക്കും നമ്മളെ സ്നേഹിക്കെല്ലാവരും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കിട്ടി എന്നുള്ളത്. എന്നാലും എന്തോ ഒരു ഞാനെന്നെ എടുത്ത ക്യാഷ് ആണോ അങ്ങനെയൊക്കെ ഒരു തോന്നല്. ഒരു വിശ്വസിക്കാൻ പറ്റാത്ത പോലെ തന്നെ അതായിരുന്നു ഫീലിംഗ്. പിന്നെ ഇപ്പം അതില് ഇവര് പറഞ്ഞ പോലെ തന്നെ ഇപ്പം കുറെ സ്വപ്നങ്ങള്, ഇനിയിപ്പം കുറെ സംഗതികൾ ചെയ്യണം, കുറെ കാര്യങ്ങള് ചെയ്യണം എന്നുള്ള ഒരു കുറെ ഡ്രീംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലുണ്ട്. ഇൻഷാല്ലാ. ഓക്കെ ഗ്രേറ്റ് സൂപ്പർ മാം. നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസം ലൈവിലേക്ക് വന്നിട്ട് ഇപ്പൊ ഈ വീക്ക് വിഡ്രോവെല്ലാം ചെയ്ത് അടിപൊളിയായിരിക്കുകയാണ് സുബ്ന മാം. ഇനിയും അടിപൊളിയായിട്ട് സൂപ്പർബായിട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ താങ്ക് യു. ഇവരോട് രണ്ടുപേരും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഓക്കെ ചോദിച്ചോളൂ. അവര് ടെക്നിക്കൽസ് യൂസ് ചെയ്യാറുണ്ടോ? സിനാൻ ആഷിക്ക് എങ്ങനെയാണ് ഇപ്പൊ ട്രേഡിന് ഇപ്പൊ ഏത് രീതിയിലാണ് ഇപ്പൊ നിങ്ങൾ പിന്നെ മാർക്കറ്റിനെ കാണാറുള്ളത്? ടെക്നിക്കൽ നോക്കിയിട്ടാണോ, ഇനി അങ്ങനെയല്ല നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സെഗ്മെന്റ് യൂസ് ചെയ്തിട്ടാണ്, എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങാറുള്ളത്? അതുകൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അടിപൊളിയാവും. സിനാൻ അല്ലെങ്കിൽ ആഷിഫ്. സംഭവം വെച്ചാല് ഇതില് ഓഡിയോ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. വെച്ചാൽ ടെക്നിക്കൽ വൈസ് വെച്ചാല് നോക്കുന്നത് മെയിന് റെസിസ്റ്റൻസും പിന്നെ സപ്പോർട്ടും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും. വെച്ചാൽ എവിടെ സപ്പോർട്ട് ഉണ്ട്, എവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ നമ്മളെ കൈമിൽ തന്നെയാണ് വെച്ചാല് ചാർട്ട് എടുത്ത് നമുക്ക് തന്നെ മനസ്സിലാവും ഇനി താഴോട്ടാണ് അല്ലെങ്കിൽ മേലോട്ടാണെന്നുള്ളൊരു ചിന്തയും. പിന്നെ നമുക്ക് ചില ക്യാൻഡിൽ നമുക്ക് തരും ഇനി ക്യാൻഡിൽ അങ്ങോട്ടേക്കാണ് പോവാന്നുള്ളൊരു മൈൻഡ് വരും. ഒരു നോർമൽ ടൈം നമ്മൾ പീസ് ആയിരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. ഒന്നാമത് ഞാൻ പഠിച്ച കാര്യം, പീസ് ആയിട്ട് നോർമൽ ആയിരിക്കുന്ന സമയത്ത് ചെയ്താലേ ഈ മൈൻഡിലേക്ക് വരും. പൊതുവെ എനിക്ക് അങ്ങനെ വന്നിട്ടുള്ളൂ. ഒരു എമൗണ്ട് നമ്മൾ എല്ലാ സമയത്തും കറക്റ്റാകുന്നില്ല, ചില സമയത്തൊക്കെ അങ്ങനെയാണ് ചെയ്യല്. സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കലുണ്ട് നോർമലായിട്ട്. വേറെ ഞാൻ പൊതുവെ മറ്റേ CPR പിന്നെ മറ്റേ പൊതുവെ ചെയ്യലില്ല. അതൊക്കെ ചാർട്ട് തന്നെ നമ്മൾ പരമാവധി നമ്മൾക്ക് കിട്ടും സ്കില്ല. പിന്നെ ഒരു ചെയ്ത് തുടങ്ങി സ്കില്ല് നമുക്ക് ഓട്ടോമാറ്റിക് വരും ആ ചാർട്ട് പോയിട്ടുള്ള നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ ഗ്രേറ്റ് സൂപ്പർ. ആഷിക്ക് ഏത് രീതിയിലാ ചെയ്യാറുള്ളത്? ഞാനും ആ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. ഞാനിപ്പോ മെറ്റാ ട്രേഡറിന്റെ തന്നെ നമ്മളിപ്പോ ട്രേഡിലേക്ക് കയറുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ട്രേഡ് ഇടാൻ വേണ്ടി ശ്രമിക്കാതെ നമ്മൾ ചാർട്ടിനെ കുറച്ചും കൂടി ഒന്ന് ഒരു 15 മിനിറ്റ് അല്ലെ ഒരു 20 മിനിറ്റ് ആ ഒരു ഇതിൽ നമ്മൾ ചാർട്ടിനെ കുറച്ചും കൂടി ഒന്ന് വീക്ഷിക്കുക. അപ്പൊ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് മാർക്കറ്റ് ഉണ്ടാകുക എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും, ഏകദേശം ഒരു ഐഡിയ. അപ്പൊ ആ ഐഡിയ വെച്ച് ഞാൻ അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോ പിന്നെ ആ രീതിയിലാണ് ആഷിക്കും സിനാനും എനിക്ക് തോന്നുന്നു ചാർട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സ്കില്ല് വെച്ച് അങ്ങനെ പോകുന്ന ഒരു സിസ്റ്റം അല്ലേ? അതെ അങ്ങനെ അങ്ങനെ പറയാം. അതുപോലെ തന്നെ പോക്ക് ഇപ്പൊ സാർ എന്നെ ഒന്ന് ലോസ്റ്റ് ചെയ്യോ? ഓക്കെ. സാറൊന്ന് നെക്സ്റ്റ് ബാച്ച് ഒന്ന് ഓപ്പൺ ആക്കാനുണ്ട്, അതൊന്ന് പോയിട്ട് ഞാനിത് ലീഡ് ചെയ്തോളാം. സിനാനി എന്നെയോ ഒന്ന് ഹോസ്റ്റ് ചെയ്താൽ ഇതില്. ഓക്കെ സഫ്നാസ് ആണ്. സോ 4-5 പേരൊക്കെ ലൈവിലുണ്ട്. സുബിന മാം പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ പ്രോഫിറ്റിന്റെ അപ്പുറം കാണിച്ചെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ ഷെയർ ചെയ്യാൻ പറ്റിയത്? ഇനി പാലിക്കരുത് എന്ന് തോന്നിയ എന്തെങ്കിലും ഉണ്ടോ? അത് ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വീക്കില് പിന്നെ എനിക്ക് ഫസ്റ്റിലൊക്കെ അങ്ങനെ ലൈവിൽ ഇറങ്ങിയ സമയത്തും നല്ല പാനിക് ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ എനിക്ക് ലോസ് ഉണ്ടായത്. അപ്പം 98 ആയപ്പോ തന്നെ $2 പോയപ്പോ തന്നെ ഭയങ്കര അയ്യോ ഇത് ഫുള്ള് പോവെന്നൊക്കെ ആയി. പിന്നെ ഞാൻ തന്നെ പിന്നെ ഫാത്തിനോടൊക്കെ സംസാരിക്കും. അപ്പം
അതൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുന്നുള്ള അതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും അവള്. അപ്പൊ അങ്ങനെ ഉം. തുടക്കത്തിൽ അങ്ങനെ കുറച്ച് പാനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിയായി, ഇങ്ങനെ ശീലമായി വരുന്നു. പിന്നെ ഇതാണ് കുറച്ച് ഗ്രീഡിനെസ് ഇടക്ക് വരും, അപ്പൊ ലോസ് വരും. അപ്പൊ ഞാനിപ്പോ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. അപ്പൊ ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം മാക്സിമം ഞാൻ ശ്രമിക്കുന്ന ഗ്രീഡിനെസ് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ 30 കിട്ടിയില്ല അല്ലെങ്കിൽ 40 കിട്ടിയില്ല, അപ്പൊ ഒന്നും കൂടെ ശ്രമിച്ചാൽ ഇതിലേറെ കിട്ടില്ല എന്നൊക്കെ ചിലപ്പോ തോന്നിപ്പോ. ഉം. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ നമ്മള് പിന്നെ മൈൻഡ്ഫുൾ ആയിരുന്നാലുള്ള ഒരു ഗുണങ്ങള് ഭയങ്കരമായിരിക്കും എന്നുള്ളത്, ടെക്നിക്കലിന് പിന്നാലെ അധികം പോകാതെ, ടെക്നിക്കല് വേണ്ടെന്നല്ല ഒബിയസ്ലി, പക്ഷെ നമ്മൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആയി മാറാൻ തുടങ്ങാം. അല്ലേ? അങ്ങനല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? അതെ, ടെക്നിക്കൽ വൈസ് ചെയ്താൽ ടെക്നിക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മനസ്സിൽ ചെറിയ കാൽക്കുലേഷൻ വെച്ച് ചെയ്താൽ നമുക്കൊരു ഇത് കിട്ടും. ചെറിയൊരു നമുക്കൊരു ലെവൽ തിരിയും. ട്രേഡ് അങ്ങോട്ട് പോകും, എങ്ങനെ പോകും ക്യാൻഡിൽ, അങ്ങനെ ഒരു ചാൻസ് പൊതുവെ വരുത്തുന്നുണ്ട്. യെസ്, 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 യെസ്. അതുപോലെ സുബ്ന മാമിനെ പോലെ തന്നെ സാജിദ അബൂബക്കർ, ഇഷാനയാണോ, ആളും കൂടി ലൈവിൽ ഇറങ്ങി പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സാജിദ മാം? ഓഡിബിൾ ആകാൻ വരുന്ന അവസ്ഥയാണോ? സാജിദ അബൂബക്കർ. ഓക്കെ. ദിലീപ് ഭായി ലൈവില് ഫസ്റ്റ് വിഡ്രോല് കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ആ ഒരു ചെറിയൊരു പെർസെന്റേജ് വിഡ്രോ ചെയ്തിട്ടുണ്ട് ഇപ്പോ. അപ്പോ ആദ്യമൊക്കെ കുറച്ച് ആദ്യം വിഡ്രോലിന്റെ ഫീലിങ്ങിന് മുന്നേ ആദ്യം പിന്നെ കാണിച്ച മിസ്റ്റേക്കുകളൊന്ന് പറയാം, ദെൻ നമുക്ക് സക്സസ് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് ലോസ് വരാനുള്ള ഒരു കാരണം സ്റ്റോപ്പ് ലോസിലായിരുന്നു. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഒരു 4-5 പോയിന്റ് ഒക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പോ ജസ്റ്റ് കാൻഡിൽസ് ജസ്റ്റ് വിക്ക് വന്ന് തട്ടിയിട്ട് അത് ലോസ് ആയി പോകും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത്. പിന്നെ അത് വലിയൊരു ഫാൾട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഈ ലോസ് വരുമ്പോഴുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ സിനാനും ആഷിക്കും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ട്. പിന്നെ അങ്ങനെയായി. പിന്നെ അതിനുശേഷം പ്രോഫിറ്റ് ഏകദേശം നമ്മൾ കൂട്ടിയെടുത്ത്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് 1-2 അബദ്ധങ്ങൾ പറ്റി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഉണ്ട് കേൾക്കുന്നുണ്ട്. ഉണ്ടല്ലേ. അതിൻ്റെ ഇടയിൽ എനിക്ക് 1-2 അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു UT 100 എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അതിൽ നമ്മളെ അക്ബർ ഭായ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തോന്നുന്നു എനിക്കിത്. സ്ഥിരമായിട്ട് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ലൈവിൽ അത് ട്രൈ ചെയ്തു. പക്ഷെ അതിൽ നമുക്ക് 0.01 ഒന്നും കിട്ടൂല, ഡയറക്റ്റ് 1 ആണ് കിട്ടുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇട്ട് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നല്ലൊരു പ്രോഫിറ്റാണ് കിട്ടുന്നില്ല. ഏകദേശം ഒരു ചിലപ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ 40-50 ഒക്കെ കയറിപ്പോവും. അതേപോലെ തന്നെ ലൈവിൽ എനിക്കൊന്ന് പാനിക് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ലോസും പോയി അതേല്. അങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാ, പക്ഷെ അത് ഫാൾട്ടായി. ഞാൻ ഗോൾഡിൽ ഇങ്ങനെ എടുത്തെടുത്ത് ലോസ് വന്നിട്ട് ഒരു 1000 വരെ എത്തിച്ച്, 1010 വരെ എത്തിച്ചിട്ട് അതെനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ യൂട്ടിയിലിട്ട് ഏകദേശം ഒരു $50 $40 മറ്റോ ഒറ്റയടിക്ക് ലോസായി. പിന്നെ ഞാൻ അവിടെ അത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ആ നോർമൽ ലോട്ട് ആ ഒരു ഇതിലിങ്ങനെ കയറി അങ്ങനെ എനിക്കൊരു ഒരു 10% വരെ വിഡ്രോ ചെയ്യാൻ പറ്റി ഇപ്പോൾ ലാസ്റ്റായിട്ട്. പിന്നെ അത് നല്ലൊരു ഇതാണ്. ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ. പിന്നെ നമ്മള് പെയർ ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒരു കമ്മോഡിറ്റി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമല്ല ഇതിലുമായിട്ടത്. അതെ ശരിക്കും നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ പിന്നെ എല്ലാവരുടെ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കുറച്ച് ഐഡിയാസും ഒരു പുതിയതായിട്ടുള്ളൊരു ഇതും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അതെ. പിന്നെ
നമുക്കെന്തായാലും വീക്കിലി എന്തായാലും ഇതുപോലെ ലൈവ് ട്രേഡേഴ്സ് നമുക്ക് എപ്പോഴും ഒരു സമ്മിറ്റ് വെക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാ വീക്കും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം അതിൽ നമുക്ക് എല്ലാവരും ഒന്ന് ചർച്ച ചെയ്ത് അടിപൊളിയായി സൂപ്പർബായിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോവാം. അതുപോലെ ഇതിൽ സാജിദ അബൂബക്കർ ഓടിവിളാൻ പറ്റുമോ? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കണ്ടേ. നിങ്ങള് ഫസ്റ്റ് വിഡ്രോവൽ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വിഡ്രോവൽ 1-2 പ്രാവശ്യം വിഡ്രോവൽ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ഒരു ഫീൽ, അല്ലെങ്കിൽ എന്താണ് ലൈവ് ട്രേഡിൽ ഇറങ്ങിയപ്പോഴുള്ള ഒരു ഫീൽ ഒന്ന് ഷെയർ ചെയ്ത് അടിപൊളിയാവും. ഞാൻ 2 വിഡ്രോവൽ ചെയ്തു ഇപ്പൊ ഇതുവരെ. ഞങ്ങളിപ്പോ ലൈവിൽ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം മാക്സിമം, അതിന്റെ മേലെ ആയിട്ടില്ല എന്തായാലും. അതിന്റെ ഉള്ളിൽ 2 വിഡ്രോവൽ ചെയ്യാൻ പറ്റി. പിന്നെ ഇതിലിപ്പോ ഞാനിപ്പോ ഹിഷാനെയാണ് സംസാരിക്കണത് കേട്ടോ. ഇത് ശരിക്കും മമ്മിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ക്ലാസ്സിലൊക്കെ കയറിയിട്ട് മമ്മിയാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്, പിന്നെ ഞാൻ ജോയിൻ ചെയ്തതാണ്. ഇപ്പൊ ട്രേഡിംഗിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് 4 പേര് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മമ്മി ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, ബ്രദർ ചെയ്യുന്നുണ്ട്, പപ്പ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് 4 പേര് കൂടിയിട്ടാണ് ചെയ്യണത്. അപ്പോ ഓരോരുത്തരുടെ ഫോണിൽ ഞങ്ങള് ഈ ഒരു ആപ്പ് കയറ്റിയിട്ടുള്ളത് വലിയൊരു ഉപയോഗമാട്ടോ. ഇതിന്റെ ഒരു വലിയ ബെനിഫിറ്റ് ആണ്. ഞങ്ങൾക്ക് എല്ലാ ഫോണിലും ഇത് ആപ്പ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട്. അപ്പോ എപ്പോഴാണ് ആരാണ് അവൈലബിൾ ആവണത് ആ സമയത്ത് ഞങ്ങള് കേറിയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മള് അത്ര സീരിയസ് ആയിട്ട് എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാന്നുള്ളതല്ല. നമ്മളൊരു ഗെയിം മൂഡിലാണ് എടുക്കണം. അങ്ങനത്തെ ഒരു സ്പിരിറ്റിലാണ് നമ്മൾ പോണത്. ചിലപ്പോ നമ്മളെ ഇപ്പൊ ഒരാൾ ഇരിക്കുന്ന സമയത്ത് വേറൊരാളും ചിലപ്പോ വേറെ സ്ഥലത്ത് നിന്ന് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചിലപ്പോ തമാശക്ക് ഞാനിട്ടത് എടുക്കാൻ പാടില്ല കേട്ടോ, അവനാ ചെയ്തിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് അങ്ങനെ ഒരു ജോളി മൂഡിലാണ് നമ്മൾ പോണത്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളതിനെ അങ്ങനല്ല, നമ്മളൊരു ഗെയിം സ്പിരിറ്റിൽ പോകുമ്പോഴേ നല്ല രസമായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മളെ മനസ്സിന് നല്ല സാറ്റിസ്ഫാക്ഷൻ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും കിട്ടുമ്പോ, അതും ഞങ്ങള് ഇപ്പൊ നാട്ടിലാണ് ഉള്ളത്. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് എയർപോർട്ടിൽ വെച്ചിട്ട് ഞങ്ങള് സാറിനോട് വിളിച്ച് പറയണേ ഞങ്ങള് വിഡ്രോവൽ എടുക്കാൻ പോവാണ് സാറേ അങ്ങനെ. അപ്പൊ നമ്മളെ ഫസ്റ്റ് വിഡ്രോവലാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ നാട്ടിൽ പോകാൻ സമയത്ത് തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റി. അങ്ങനെ അപ്പൊ 2 സന്തോഷം കൂടിയിട്ട് ഒരുമിച്ച് കിട്ടുമ്പോ വളരെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയി. പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് 2 വിഡ്രോവൽ എടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോ വലിയ ഗ്രേറ്റ്ഫുൾ അല്ലേ അത്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. നമ്മള് കെയർഫുൾ ആയിട്ട് ചെയ്യുക, പിന്നെ മാർക്കറ്റിന്റെ ആ സ്വഭാവം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക, അതാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറ്റുന്ന ഫോണിലൊക്കെ നമുക്ക് കെയർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരുടെ ഫോണിലൊക്കെ നമ്മളെ ഫാമിലി മെമ്പേഴ്സിന്റെ ഫോണിൽ നമുക്കത് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്, അതാണ് പറയാനുള്ളത്. പിന്നെ ഒരു കുടുംബ സംഘമായിട്ടുള്ള ട്രേഡിംഗ് അല്ലേ? കാര്യം അതെ. ഇതിലിപ്പോ ഞങ്ങള് ലോട്ട് സൈസ് തീരെ കൂട്ടിയിട്ടില്ല. അത് കൂട്ടാനുള്ള ഓപ്ഷൻ തന്നെ ഞങ്ങൾക്ക് മനസ്സിലില്ല ശരിക്കും പറഞ്ഞാ. അപ്പൊ അതില്ല. പിന്നെ ഒരു റൂള് ഇപ്പൊ തെറ്റിച്ചിട്ടുള്ളത് ഇതാണ്. അതായത് നമ്മൾ കൂടുതൽ ട്രേഡ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളോട് റൂളിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു 3 ട്രേഡിന്റെ മേലെ ഇടരുത് എന്നുള്ളത്. അപ്പോ അത് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ എന്തോ ഭാഗ്യത്തിന് ഇതുവരെ നമുക്ക് മോശമായിട്ട് അല്ലെങ്കിൽ വിനയായിട്ട് വന്നിട്ടില്ല. ഇനി അത് വരുമോ ഫ്യൂച്ചറിലൊന്നും എനിക്കറിയില്ല. പിന്നെ ഇപ്പോന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഇപ്പോ നമ്മൾ ട്രേഡ് ലൈവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും ചെയ്യാനായിട്ട്. അപ്പോ ചിലപ്പോ നിങ്ങളേന്ന് പഠിച്ചത് ആയിരിക്കും, പക്ഷെ അതിന്ന് നമ്മള് തന്നെ കുറച്ച് മോഡിഫൈ ചെയ്യും. നമ്മുടെ ഇപ്പൊ ടൈമിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെയ്യുന്ന വിധം. ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു ട്രേഡ് ഇടുക, പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് ആ ട്രേഡ് എടുക്കുക എന്നുള്ള ഒരു ടെക്നിക്ക് അല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോ ഒരു ട്രേഡ് ഇടുന്നുണ്ടെങ്കിൽ ആ ട്രേഡ് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നത് വരെ ഞങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവും. സോ ഞങ്ങൾ എപ്പോഴാണോ അവൈലബിൾ ആവുന്നത് ആ സമയത്ത് മാത്രമേ ചെയ്യണേ. ഇപ്പൊ ഇതൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേര് ചെയ്യുന്നതുകൊണ്ട് ഒരു എന്താ പറയാ, നമ്മള് ഡ്യൂട്ടി റോട്ടോ ഇടുന്ന പോലെയാണ്. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ചിലപ്പോ ഒരാളുണ്ടാവും. ചിലപ്പോ എന്റെ ബ്രദർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അപ്പൊ നൈറ്റ് ഫുൾ ആളുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. രാവിലെ ഇപ്പൊ ചിലപ്പോ ഉമ്മ എണീക്കുന്ന സമയത്ത് ഉമ്മ എണീറ്റ് നോക്കും. പിന്നെ ഒരു ഉച്ച സമയമാകുമ്പോൾ ചിലപ്പോ ഞാനിരിക്കും, അല്ലെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റാത്ത സമയത്താണെങ്കിൽ പപ്പ നോക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് ഒരു സുഖമുണ്ട്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ളവരും കൂടെ ഇതൊന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ടെൻഷൻ ബേർഡൻ കുറയും.
ഒരാള് തന്നെ ചെയ്യുമ്പോ ഇപ്പൊ ഇനീഷ്യലി ഞാനും മമ്മിയും കൂടെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ മമ്മിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാനായിരുന്നു മെയിൻ ആയിട്ട് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്ന കാരണം ഞങ്ങൾക്ക് അത്ര ടെൻഷൻ ഇല്ല സത്യം പറഞ്ഞാ. നല്ലോണം ടെൻഷൻ പോയി. പിന്നെ വിഡ്രോവൽസ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനും പറ്റുന്നുണ്ട്. ചില ഓക്കെ ഗ്രേറ്റ്. സമയത്ത് എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമ്പോൾ ഇവര് ചോദിക്കും അതെങ്ങനെ മമ്മിയാ ആ ടെക്നിക്ക് യൂസ് ചെയ്തെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ സ്ട്രാറ്റജിയാണ്, അത് എന്റെ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരില്ല. അപ്പൊ ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മള് മോള് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളേതായ ഒരു ക്രിയേറ്റിവിറ്റി അതിൽ കൊണ്ടുവരിക. നമ്മൾ പഠിക്കും, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഗ്രേറ്റ്. അപ്പൊ ഇതിലിപ്പോ നമ്മൾ ചെയ്യുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ മറ്റുള്ളവരോട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഡൗട്ട് വെച്ച് നമ്മൾ ചെയ്യരുതൊന്നും. മാർക്കറ്റിനെ നന്നായിട്ട് മനസ്സിലാക്കുക, കുറച്ച് സമയം നോക്കിയിരുന്ന്. ഒരു പെട്ടെന്ന് ലെഫ്റ്റ് ആയി പോയി എന്ന് തോന്നുന്നല്ലോ. ഓക്കെ, എന്തായാലും ഒരു പറഞ്ഞതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ സ്ട്രാറ്റജി പിന്നെ യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ സുബ്ന മാം ചോദിച്ചിരുന്നു എങ്ങനെയാണ് ആഷിക്ക് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ട്രേഡിൽ ഇറങ്ങുക എന്നുള്ളത്. അത് ഇപ്പോൾ നമുക്കിപ്പോൾ ഈവൻ നമ്മൾ അക്കാദമിക് സൈഡിൽ നിന്നാണെങ്കിൽ പോലും നമ്മളൊരു സ്ട്രാറ്റജി പറഞ്ഞു തന്ന് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആയ ഒരു സംഭവമല്ല. അതിപ്പോൾ നമ്മളെ സ്റ്റുഡൻസിൻ്റെ ഇപ്പോൾ ലൈവിൽ ഇറങ്ങിയവരുടെ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരിക്കലും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ സിനാം പോകുന്നൊരു രൂപം അല്ലെങ്കിൽ പിന്നെ ആഷിക്ക് പോകുന്ന രൂപം സുബ്നാമ പോകുന്ന ഒരു രൂപം ആയിരിക്കൂല അടുത്തൊരാൾ ഇപ്പോൾ സഫ്ന സാറ് പോകുന്നത്. നമുക്കിപ്പോൾ സ്വന്തമായിട്ടുള്ള നമ്മളെ ഒരു സ്ട്രാറ്റജി നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നമ്മളെ ലൈവ് ട്രേഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരും പറഞ്ഞത് ഇപ്പോൾ സൈദ ബോക്കർ ലൈനിലേക്ക് ഇപ്പോൾ ഓടിവിടാൻ പറ്റുമോ? നമുക്ക് പെട്ടെന്ന് നെറ്റ് പോയതാണ് നാട്ടിലായതുകൊണ്ടേ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ നിങ്ങളിപ്പം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഒരിക്കലും എൻ്റെ സ്ട്രാറ്റജി ഒരിക്കലും നിങ്ങൾക്ക് വർക്കൗട്ട് ആവില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? മറ്റൊരാളൊരു സ്ട്രാറ്റജി ഒരിക്കലും വേറൊരാൾക്ക് വർക്കൗട്ട് ആവില്ല എന്നുള്ളത്. അതെ, അതിപ്പോ ഞങ്ങള് ഒരു ഫാമിലി ആയിട്ട് പോലും ഞങ്ങളെ സ്ട്രാറ്റജീസ് ഒക്കെ വേറെയാണെന്നുള്ളതാണ്. ഓക്കെ അപ്പൊ ഗ്രേറ്റ്. ഞങ്ങള് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ലൈവില് അപ്പൊ തന്നെ ട്രേഡ് ഇടുക, അപ്പൊ തന്നെ എടുക്കുക എന്നുള്ള ഒരു ടെക്നിക്കാണ് ഞങ്ങള് യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് മാർക്കറ്റ് വളരെ സ്ലോ ആയിരിക്കും, ഇങ്ങനെ ഓൾമോസ്റ്റ് ഒരു ഫ്ലക്ച്വേഷനും ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മൾ കാത്തിരിക്കും, ഇട്ടതിന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടൊരു സൈൻ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കാറുണ്ട്. അങ്ങനെയാണ് ചെയ്യാറ്. ഓക്കെ ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു ഇതിലിപ്പോ നിലവിലിപ്പോ ലൈവിലുള്ളവരൊക്കെ ഗോൾഡിന്റെ എല്ലാ സ്വഭാവവും കണ്ടവരാനാണ് സാധ്യത. ഏറ്റവും ലോ ലെവലിലേക്ക് എനിക്ക് തോന്നുന്നു 45 വരെ ആഷിക്കും ചെയ്യാനൊക്കെ 245 വരെ 245 വരെ പോയതും കണ്ടു. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം 400 വരെ ടച്ച് ചെയ്തതും കണ്ടു. ഈ മാർക്കറ്റിന്റെ എല്ലാ രൂപവും കണ്ടവരാണ് ഇപ്പം നിലവിൽ നമ്മളെ ലൈവിലുള്ളവർ. അപ്പം എല്ലാവരുടെ നിന്നും അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ലൈവിലേക്ക് ഇറങ്ങാൻ പോകുന്നവർക്ക് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഇപ്പൊ ലൈവിൽ ഇറങ്ങിയവരോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്? ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട്. അതെ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോ മുന്നത്തെ ഒരു പാർട്ടി പറഞ്ഞല്ലോ, ഒരേ 4 ആള് കൂടിയിട്ടാണ് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത്. അതായത് 4 ഫോണിൽ ഒരേ അക്കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങളെ ലോഗിൻ ID പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എത്ര ഫോണിൽ വേണമെങ്കിലും നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. ഒരേ അക്കൗണ്ട് നല്ലൊരു ഐഡിയ ആണല്ലോ. അതെത്രയായാലും പ്രശ്നമില്ല. അതിപ്പോ നമ്മളെ അക്കൗണ്ട് ഇപ്പോൾ അക്ബർ ഭായിന്റെ അക്കൗണ്ട് അക്ബർ ഭായിന്റെ ബ്രദറിന്റെ വൈഫിന്റെ ആരേലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ID പാസ്വേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെറ്റാ ട്രേഡർ 5 നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ശരി, അപ്പൊ ഒന്ന് ട്രൈ ചെയ്യണം എന്തായാലും. ഓക്കെ. അപ്പൊ എടുത്ത പ്രോഫിറ്റ് എല്ലാതും കൂടെ ഒരെണ്ണായിട്ടാണോ കാണാം, അതോ അവനാൻ്റെതായിരിക്കോ? അല്ല എല്ലാം ഒറ്റ ക്യാപിറ്റലിലാണല്ലോ നമ്മളത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ ഒറ്റ ഒന്നായിട്ട് തന്നെ കാണാൻ പറ്റും. ഓക്കെ. പക്ഷെ നമ്മള് വേറൊരാളെ ഫോണിലേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, ആൾക്ക് ട്രേഡ് അറിയണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അറിയാത്ത ഒരാളെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആള് ലോസിലേക്ക് പോയാൽ ആ ലോസ് നമുക്ക് തന്നെയാണ് കിട്ടുക എന്നുള്ളൊരു ബോധം കൂടി അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ 4 പേരും ട്രേഡ് പഠിച്ച് പിന്നെ ഇതിനെക്കുറിച്ച് ഒരു അവെയർ ആണ്.
പിന്നെ ഒരു ഒരു ഫാമിലി ട്രേഡേഴ്സ് ആണ്. അതുകൊണ്ട് എന്തില്ല, പ്രശ്നമില്ല. അത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ്, കൺസേൺസ് എന്തെങ്കിലും ഉണ്ടോ? ഈ ലൈവിൽ ഇറങ്ങിയ ആൾക്കാർ ഇപ്പൊ ചോദിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാന്ന് വിചാരിച്ചു. ഇപ്പോ ഫസ്റ്റ് ഞങ്ങള് എന്റെ ബ്രദറിന്റെ ഫോണിലേക്കാണ് ആക്കിയത്. കാരണം ബ്രദർ ഇപ്പൊ ഞങ്ങള് ചെയ്യുന്നതിന്റെ കൂടെ ഞങ്ങളോടൊപ്പം ചേർന്നിട്ട് ഇങ്ങനെ നോക്കാറൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യണത്. അപ്പൊ ആള് നമ്മളെ ക്ലാസ് ഒന്നും ഒരെണ്ണം പോലും കേട്ടിട്ടില്ല. സത്യം പറഞ്ഞ ഞങ്ങളേന്നാണ് ആളിത് പഠിക്കുന്നത്. അപ്പൊ ഞങ്ങള് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, പിന്നെ ഞങ്ങൾ ഓരോ സമയത്ത് ട്രേഡ് എടുക്കുന്നതൊക്കെ നോക്കിയിട്ട് ആള് ഞങ്ങളേന്ന് പഠിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്തിരുന്ന ഫോണിൽ തന്നെ ബ്രദർ ആദ്യം ഒന്ന് ചെയ്ത് നോക്കി. അങ്ങനെ ആള് ഓക്കെ ആയെന്ന് കണ്ടപ്പോ മാത്രമാണ് ആളുടെ ഫോണിലേക്ക് ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ സമാധാനമായല്ലോ. കാരണം ബ്രദർ അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആണെങ്കിൽ സമാധാനത്തോടെ ഒന്നും ഉറങ്ങാനും പറ്റണില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഈ ഫോൺ എന്നാ ബ്രദറിന് അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കാം, അപ്പൊ ആളത് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങള് ഞങ്ങളുടെ മേയറിന്റെ ഒരു ആളുണ്ടായിരുന്നു. അപ്പൊ ആളായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ആളോട് ഞങ്ങൾ ചോദിച്ചു, സൽമാൻ എന്നാണ് ആളുടെ പേര്. അപ്പൊ ആളോട് ഞങ്ങൾ ചോദിച്ചു, ഇങ്ങനെ വേറൊരു ഫോണിലും കൂടെ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മളെ ലോഗിൻ ചെയ്യാൻ പറ്റുമോന്ന്. അപ്പൊ ആള് പറഞ്ഞു അതെ അത് പറ്റും, കുഴപ്പമില്ല, എത്ര ഫോണിൽ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് ബ്രദറിന്റെ ഫോണിലേക്ക് നമ്മൾ യൂസർ ഐഡിയും പിന്നെ പാസ്വേഡും അടിച്ചിട്ട് ബ്രദറിന്റെ ഫോണിൽ ലോഗിൻ ചെയ്തത്. അങ്ങനെ ബ്രദറിന്റെ ഫോണിലേക്ക് ചെയ്തു, എന്റെ ഫോണിലേക്ക് ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 പേരും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പപ്പയും ജോയിൻ ചെയ്തു. അങ്ങനെയാണ്. അപ്പോ സാറ് പറഞ്ഞതുപോലെ വെൽ അവെയർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം നമ്മളെ അക്കൗണ്ട് ഷെയർ ചെയ്യുക. ഓവർ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ നശിച്ചു പോകും. അപ്പോ ഇത് നിങ്ങൾക്കുള്ള ഒരു ഡൗട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഗ്രേറ്റ്, സൂപ്പർ. മുജീബ് ഭായി, ആരോ ഒരാള് അൺമ്യൂട്ട് ആയിരുന്നു. അല്ല, ഞാനൊരു ചെറിയൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. ഇപ്പൊ നമുക്ക് TP നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും വെക്കാം. ഇപ്പൊ ഈ ലൈവിൽ ഇറങ്ങിയ ആൾക്കാരൊക്കെ ഒരു ഏകദേശം ഒരു മിനിമം ഒരു ഏകദേശം ഒരു എത്രയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാറ് എന്നുള്ളൊരു ഇത് പറയാൻ പറ്റുമോ? ആഷിക്ക് അൺമ്യൂട്ട് ആവാൻ പറ്റുമോ? ആഷിക്ക്, സിനാൻ. ഓക്കെ, അതില് ചോദിച്ചാല് ഇവര് ചോദിക്കുന്ന ഉദ്ദേശം വെച്ചാല് ഇതല്ലേ സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് സംഭവിച്ചാല് സ്റ്റോപ്പ് ലോസ് പരമാവധി നമ്മൾ ഇത് ചെക്ക് ചെയ്യും, ഇത് റെസിസ്റ്റൻസും സപ്പോർട്ടും ചെക്ക് ചെയ്യുക പരമാവധി. അതാണ് ബെറ്റർ എനിക്ക് തോന്നിയതേ. പരമാവധി സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കിയാൽ നമുക്ക് ചെക്ക് ചെയ്ത് ഏകദേശം തിരിയും സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം. അല്ലാണ്ട് പോയിന്റിന് കണക്കല്ല, 10 പോയിന്റ് അല്ല 5 പോയിന്റ് ആ പോയിന്റ് കണക്കല്ല വെക്കല്. സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കും. അപ്പോൾ ഏകദേശം ഇവിടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു നമുക്ക് നോർമൽ ഒരു ഇത് വരുമല്ലോ. അതിനുശേഷം താഴോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇറക്കം തന്നെയാണല്ലോ ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു പോയിന്റ് കട്ട് ചെയ്യും. അങ്ങനെ വെക്കൽ പൊതുവെ. അല്ലാണ്ട് ഇപ്പോൾ ഒരു 5 പോയിന്റ് അല്ല 3 പോയിന്റ് അല്ല 4 പോയിന്റ് എന്നുള്ള ലെവലിൽ വെക്കല്ലേ. ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല. ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഞാനിപ്പം ചാറ്റ് ജിപിടിനോടും കൂടെ ഒന്ന് കൺഫേം ആക്കും. ചാറ്റ് ജിപിടിനോട് ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ. അല്ല, അത് ചാറ്റ് ജിപിടി ഇതുവരെ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുണ്ടോ? ഒരു 80% ഒക്കെ പുള്ളി. അതെ, ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതെ, കാരണം ചാറ്റ് ജിപിടിന്റെ അടിയിലൊരു അവെയർ ന്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന്. അതെ. കാരണം ചാറ്റ് ജിപിടിനോട് ചോദിക്കുമ്പോ അവര് കറന്റ് ആയിരിക്കില്ല പറയുന്നത്. ചിലപ്പം തലേന്നത്തെ ന്യൂസോ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. അതൊക്കെ നിങ്ങൾ കൺഫേം ചെയ്യണം. പിന്നെ വീണ്ടും 2-3-4 പ്രാവശ്യം ചോദിച്ചാലേ അതിന് മനസ്സിലാവുള്ളൂ ഇപ്പോഴത്തതാണ് വേണ്ടത്, അത് പറയുന്നത് തെറ്റാന്ന് ചിലപ്പോ അതിന് പിന്നെ മനസ്സിലാവുള്ളൂ. അപ്പോ അല്ല, ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടെ നോക്കിയിട്ട് ആ പോയിന്റിലാണ് സ്റ്റോക്ക് ലോസ് വെക്കാറെന്ന് പറഞ്ഞു വന്നതാ. പിന്നെ നമ്മള് പാനിക് ആവുന്ന സമയത്ത് ചാറ്റ് ജിപിടിനോട് ചാറ്റ് ചെയ്യുമ്പോ ഒരു സമാധാനമാണ്. അതെ. ഓക്കെ, ജിബൈ വേറെ എന്തൊക്കെ ചോദിക്കാട്ടോ? വേറെ ബാക്കി ആരെങ്കിലും ഉണ്ട്? ഇല്ല.
ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട ഒരു റൂട്ട്, നമ്മൾ ഡെമോ അക്കൗണ്ടിൽ കൃത്യമായി ട്രേഡ് ചെയ്ത് ഓക്കെ ആയി നമ്മൾ എങ്ങനെയാണോ ലൈവിലേക്ക്, ഇപ്പോൾ ഇമോഷൻ ശരിയാണ്, ഇമോഷണലി വ്യത്യാസം ലൈവിലും പിന്നെ ഡെമോയിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ പോകേണ്ട ഒരു റൂട്ട് ഡെമോയിൽ നമ്മൾ കൃത്യമായി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഓക്കെ ആയി ക്ലിയർ ആയതിനു ശേഷം മാത്രമേ ഇനി ലൈവിലേക്ക് ഇറങ്ങാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട. അങ്ങനെയുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ലൈവിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ. പെട്ടെന്ന് നമുക്കിപ്പോൾ ഇതിലെല്ലാവരും പറഞ്ഞ സ്ട്രാറ്റജി വ്യത്യാസമാണ്. ഇപ്പോൾ ആഷിഖ് പറഞ്ഞതാണെങ്കിലും സിനാൻ പറഞ്ഞതാണെങ്കിലും സുബ്ന മാം പറഞ്ഞതാണെങ്കിലും പിന്നെ ഷാഹിദ മാം പറഞ്ഞതാണെങ്കിലും എല്ലാവരും പറഞ്ഞ ഒരു റൂട്ട് വ്യത്യസ്തമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സമ്മിറ്റ് വീക്കിലി വെക്കാൻ വേണ്ടി ഒന്ന് വീക്കിലി അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇരിക്കാം. ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മളിപ്പോൾ ലൈവിൽ ഇറങ്ങിയവരുടെ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ നമ്മൾ ലൈവ് ട്രേഡിൽ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ നമ്മൾ ലൈവിലേക്ക് ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ ട്രേഡിനെ ഏത് രീതിയിൽ കാണണം എന്നുള്ളൊരു അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സമ്മിറ്റ് വെച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആഷിഖ്, സിനാന്, അതുപോലെ സുബ്ന മാം, സാർ ഷാജിദ മാം. ഒരു കാര്യം കൂടി. ഓക്കെ, ചോദിച്ചോളൂ. സംഭവം വെച്ചാല് നമുക്ക് ഇതിൽ ട്രേഡിങ്ങിൽ ഒരു പാർട്ട്ണറും കൂടി ഉണ്ടാകുന്ന ബെറ്ററാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വെച്ചാല് ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാകുന്നത് ബെറ്ററാണ്. വെച്ചാല് നമ്മളെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ബെറ്റർ, അവര് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരു പാർട്ട്ണർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ട്രേഡർ. എൻ്റെ മനസ്സിൽ തോന്നിയാണ്. ഞാനിപ്പോൾ ആഷിക്കിനുള്ളത് പോലെ, എനിക്ക് ആഷിക്കാണെങ്കിലും ആഷിക്കിന് ഞാനാണെങ്കിലും ചില ദിവസം അനക്കാർക്കും ഡൗണ്, ചിലപ്പോൾ ഓനിക്കാണ് ഡൗണ്. അപ്പം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് ക്ലിയർ ആക്കാൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ബെറ്ററാണ് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ, ഗ്രേറ്റ്. അതിപ്പോ നമ്മളെ മെന്റേഴ്സിനെ പരിചയപ്പെട്ട മെന്റേഴ്സിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. സിന പല സമയങ്ങളിലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഞാൻ അങ്ങോട്ടും മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പിന്നെ ബോണ്ടിൽ തന്നെ ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ സിനാൻ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ മൈൻഡ് ഓക്കെ അല്ലാത്ത സമയത്ത് ട്രേഡിലേക്ക് ഇറങ്ങാൻ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ ഡെമോ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഇന്ററാക്ട് ചെയ്ത അല്ലെങ്കിൽ ഇന്നിവിടെ നമ്മളൊപ്പം ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയാണ്. നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള ഒരു സെഷനുകൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും വീക്കുകളിലായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്ത് സൂപ്പറായിട്ട് പോവാം. ഇന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുകയാണ്. വീക്കെൻഡ് ആണ്, ലൈവിൽ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.